നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS, VFA, ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി PSC റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷനാണ്. വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പൊ ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 5 മാർക്ക് നേടിത്തരിക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിക്കുന്ന സീരീസ് ആണ്. അപ്പൊ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യാവോ? അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ കൂടുതലായിട്ടും അറേഞ്ച് ചെയ്യാം. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. എന്റെ പേര് അശ്വതി. അപ്പോ ജോയിൻ ചെയ്തോളാം, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? PSC അനവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. ഇപ്പൊ തന്നെ പഠിച്ചോ, EMS നമ്പൂതിരിപ്പാട്. ഇദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ: 1. കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം ഇന്നലെ ഇന്ന് നാളെ. 2. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് ആരുടെ പുസ്തകമാണ്? EMSന്റെ പുസ്തകമാണ്. 1.25 കോടി മലയാളികൾ. PSC 1000 തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? EMS നമ്പൂതിരിപ്പാടാണ്. ബെർലിൻ ഡയറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1920 മുതൽ 1988 വരെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആരുടെ ഗ്രന്ഥം? EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥം. വേദങ്ങളുടെ നാട് ആര് രചിച്ചതാണ്? EMS നമ്പൂതിരിപ്പാട്. അപ്പോ കേരളം ഇന്നലെ ഇന്ന് നാളെ. കേരളം മലയാളികളുടെ മാതൃഭൂമി. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. 1.25 കോടി മലയാളികൾ. ബെർലിൻ ഡയറി. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം കൂടെ ഉണ്ടല്ലോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഇതൊക്കെ ആര് രചിച്ച പുസ്തകങ്ങളാണ്? EMSന്റെ പുസ്തകങ്ങളാണ്. അപ്പൊ EMSന്റെ പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, ഇദ്ദേഹത്തെ പറ്റി കൂടി പഠിക്കണ്ടേ? ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. ഏലം കുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും EMS ആണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും EMS ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട്. ഇനി മറ്റൊരു ചോദ്യം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്ത്? വേറൊന്നും പഠിക്കേണ്ട, ആത്മകഥ എന്ന് തന്നെ. EMS നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ചാണ് EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. ഇനി വിദ്യാഭ്യാസ ബില്ല് വളരെ ഇമ്പോർട്ടന്റ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെട്ട സംഘടനവും വളർച്ചയും ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ബില്ലാണ് വിദ്യാഭ്യാസ ബില്ല്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് കൈമാറിയ ആദ്യ അവസരമായിരുന്നു ഈ വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? EMS നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകിയ ആദ്യത്തെ മന്ത്രിസഭയാണ് വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത്. 1957 1957 ഓർക്കുക. ഇനി 1935 KPCCയുടെ സെക്രട്ടറി ആയിരുന്നത് ആര്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചതാരാണ്? അപ്പുകുട്ടൻ വള്ളിക്കുന്ന്.
അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണ് EMS നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. ഓർക്കുക. ഓക്കെ, EMS അന്തരിച്ചതെന്ന 1998 EMS അന്തരിച്ചത്. EMS ജനിച്ചതെന്നാണ് 1909. EMS നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് EMS നമ്പൂതിരിപ്പാട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. കേരളം ഇന്നലെ, ഇന്ന്, നാളെ എന്ന പുസ്തകം രചിച്ചു. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ബെർലിൻ ഡയറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1920-1988 രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാട്. വേദങ്ങളുടെ നാട്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കത്തില്ലേ? ഓക്കെ, അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ LDC ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. അപ്പൊ ധൃതി ഒന്നും പിടിക്കാതെ പഠിച്ചു പോകുന്ന ബാച്ചാണ്. വീട്ടമ്മമാര്, പഠനത്തിൽ ഗ്യാപ്പ് വന്നവര്, ജോലിക്ക് പോകുന്നവര്, സ്റ്റുഡൻസ്, ഇവർക്ക് വേണ്ടി പ്രത്യേകം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ച്. ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ഒരു 2 മണിക്കൂർ പഠിക്കാനുള്ളതേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇപ്പൊ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. LDC എന്ന ലക്ഷ്യവുമായി 2027 LDC റാങ്ക് ലിസ്റ്റിൽ 50-ൽ ഒരാൾ നിങ്ങളായിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളാം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്സ് ഉൾപ്പെടെയാണ് ഈ ബാച്ച് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനി കുറച്ച് സീറ്റ്സ് മാത്രമേ ഫസ്റ്റ് ബാച്ചിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ എത്രയും വേഗം തന്നെ നിങ്ങൾ കയറി ജോയിൻ ചെയ്തോളാം. എത്രയും വേഗം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സമയം കളയരുത്. നിങ്ങളുടെ ഒരു നിമിഷം പോലും കളയരുത്. നിങ്ങൾ ഒരു ലക്ഷ്യവുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് എന്ത് എഫേർട്ട് എടുക്കാനും നിങ്ങൾ റെഡി ആയിരിക്കണം. ഞാൻ LDC നേടി, സർക്കാർ ജോലി നേടിയ വഴികളിലൂടെയാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 2027 ഡിസംബർ വരെ LDC പരീക്ഷ കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിന്റെ നേതാക്കന്മാർ, അവർ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായി യോജിപ്പിച്ച് എഴുതുക. ബഹദൂർ ഷാ രണ്ടാമൻ നേതൃത്വം നൽകിയത് ഡൽഹിയിലാണ്. കൻവർ സിംഗ് നേതൃത്വം നൽകിയത് ആരയിലാണ്. നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. റാണി ലക്ഷ്മിഭായ് ഗ്വാളിയോറിലാണ് നേതൃത്വം നൽകിയത്. അപ്പോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി, കൻവർ സിംഗ് ആര, നാനാ സാഹിബ് കാൺപൂർ, റാണി ലക്ഷ്മിഭായ് ഗ്വാളിയോർ. അപ്പൊ റാണി ലക്ഷ്മിഭായ് എവിടെയൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഝാൻസിയിലും ഗ്വാളിയോറിലുമാണ് റാണി ലക്ഷ്മിഭായ് നേതൃത്വം നൽകിയത്. ഗ്വാളിയോറിൽ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ, റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ് നേതൃത്വം നൽകിയത്. ബീഹാറിലെ ആര. അപ്പൊ ബീഹാർ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ആര എന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കും. ബീഹാർ അല്ലെങ്കിൽ ആര നേതൃത്വം നൽകിയത് ആരാണ്? കൻവർ സിംഗ് ആണ് ബീഹാറിൽ നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ഒരാളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബഹദൂർ ഷാ രണ്ടാമൻ. ഇദ്ദേഹം മാത്രമല്ല, ജനറൽ ഭക്ത് ഖാനും കൂടി ചേർന്നിട്ടാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ ആരൊക്കെ ചേർന്നിട്ടാണ് 1857 വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ഇനി മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റിൽ നേതൃത്വം നൽകിയത് ആരെ? കദം സിംഗ് ആണ്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഒരാളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂരിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്നൗ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ലക്നൗ 3 ഒരുമിച്ച് പഠിക്കണേ. ലക്നൗ, ആഗ്ര, അവധ്. അപ്പൊ ഇങ്ങനെ ഓർത്താ മതി. ലക്കിന് അവധി കിട്ടിയപ്പോൾ ആഗ്രയിൽ പോയി എന്ന് ഓർത്താ മതി. ലക്കിന് അവധി കിട്ടിയപ്പോൾ ആഗ്രയിൽ പോയി. ആരാ പോയത്? ബീഗമാണ് പോയത്. ബീഗം ഹസ്രത് മഹലാണ് ലക്നൗ, ആഗ്ര, അവധ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത്. ലക്നൌവിൽ ഒരാളുടെ പേരും കൂടി ഓർത്തിരിക്കണേ, ബീഗം ഹസ്രത് മഹലും ബിർജിസ് ഖാദർ. ഇനി ഹരിയാനയൊക്കെ വല്ലപ്പോഴും ചോദിക്കാറുണ്ട്, എന്നിരുന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക. ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാറാം ആണ്. ഇനി ഫൈസാബാദ് എപ്പോഴും ചോദിക്കാറുണ്ട്.
ഫൈസാബാദ്. ഫൈസാബാദ് നേതൃത്വം നൽകിയത് ആരാണ്? മൗലവിയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? മണികർണിക അഥവാ റാണി ലക്ഷ്മിഭായി അഥവാ ഝാൻസി റാണി. ഗ്വാളിയോറിലോ റാണി ലക്ഷ്മിഭായും താന്തിയ തോപ്പിയും. ബീഹാറിൽ കൻവർ സിംഗ്. ബീഹാർ അല്ലെങ്കിൽ ആരാ എന്ന് ചോദിക്കും. ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. മീററ്റിൽ കദം സിംഗ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ലക്കില് അവധി കിട്ടിയപ്പോൾ ആഗ്രയിലോട്ട് പോയത് ആരാ? ബീഗം ഹസ്രത് മഹൽ. ലക്നൌവിൽ വേറൊരാളുടെ പേരും കൂടി ഞാൻ ഓർക്കാൻ പറഞ്ഞില്ലേ, അതാളുടെ പേരായിരുന്നു ബിർജിസ് ഖാദർ. ബീഗം ഹസ്രത് മഹലും ബിർജിസ് ഖാദറും കൂടി ചേർന്നിട്ടാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഹരിയാനയിൽ ആരായിരുന്നു? റാവു തുലാറാം. ഫൈസാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള. ഇനി ഒരു സ്ഥലം കൂടി ഞാൻ പറയാം, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ടേ. ബറേലി, റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളിൽ ഖാൻ ബഹദൂർ ഖാൻ ആണ് നേതൃത്വം നൽകിയത്. ബറേലി അതുപോലെ റോഹിൽഖണ്ഡ് എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, അപ്പൊ കിട്ടിയോ? അപ്പൊ നമ്മൾ 2 ചോദ്യം ഡിസ്കസ് ചെയ്തു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? EMS കുറിച്ചുള്ളതായിരുന്നു. രണ്ടാമത്തത് 1857 കലാപം. അടുത്തയിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം കറണ്ട് അഫെയർ ആണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി മാസം 19. ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു 10 ചോദ്യം ഞാൻ പറഞ്ഞു തരട്ടെ. PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 10 ചോദ്യം. ആദ്യത്തെ ചോദ്യം, 2023 ഒക്ടോബർ മാസം 7 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് നൽകിയ കോഡ് നാമം എന്തായിരുന്നു? ഓർത്തിരിക്കുക. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നതായിരുന്നു 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് നൽകിയ കോഡ് നാമം. അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് അവർ നൽകിയ ഔദ്യോഗിക പേരാണ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഇനി ഈ ഹമാസ് ആക്രമണത്തിന് ഇസ്രായേൽ മറുപടി പറഞ്ഞു. ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ അയൺ സ്വാഡ്. ഓപ്പറേഷൻ അയൺ സ്വാഡ്സ് എന്നതാണ് ഹമാസ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നീക്കം. ഹമാസിനെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ആണ് ഏത്? ഓപ്പറേഷൻ അയൺ സ്വാഡ്. അടുത്ത ചോദ്യം നോക്കാം. യുദ്ധം പുറപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു രക്ഷാ ദൗത്യം ആരംഭിച്ചു. PSC ചോദിച്ചിട്ടുണ്ട്. ആ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അപ്പൊ യുദ്ധം പുറപ്പെട്ടതിനു ശേഷം ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു രക്ഷാ ദൗത്യം ആരംഭിച്ചല്ലോ, അതിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അപ്പൊ ഇങ്ങനെ ചോദിക്കാം ഷോർട്ടായിട്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധ സമയത്ത് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരെന്താ? ഓപ്പറേഷൻ അജയ് എന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം, ഹമാസിന്റെ റോക്കറ്റുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇസ്രായേൽ ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഇതിന്റെ പേരാണ് അയൺ ഡോം. എന്താണ് ഇതിന്റെ പേര്? അയൺ ഡോം. അതായത് കുറഞ്ഞ ദൂരമുള്ള റോക്കറ്റുകളെയും ഷെല്ലുകളെയും തടയുന്ന ഇസ്രായേലിന്റെ സ്വന്തം സംവിധാനമാണ് അയൺ ഡോം. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേലിന്റെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയുടെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മൊസാദ് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേലിന്റെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഇസ്രായേലിന്റെ ദേശീയ ഇന്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്. വിദേശ ഓപ്പറേഷനുകളാണ് മൊസാദിന്റെ പ്രധാന ചുമതല. ഇനി ഗാസ മുനമ്പ് അഥവാ ഗാസ സ്ട്രിപ്പ്. ഗാസ മുനമ്പ് ഏത് കടലിന്റെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്? മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ് ഗാസ മുനമ്പ് അഥവാ ഗാസ സ്ട്രിപ്പ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇനി യുദ്ധം നടക്കുന്ന സമയത്തെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ബെഞ്ചമിൻ നെതന്യാഹു.
ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പേരെന്താ? ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പേരാണ് ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ്. ഇസുദ്ദീൻ അൽ ഖസാം ബ്രിഗേഡ് എന്നതാണ് ഹമാസിന്റെ സൈനിക വിഭാഗം അഥവാ മിലിറ്ററി വിങ്ങിന്റെ പേര്. ഹമാസിന്റെ സായുധ വിഭാഗം, അതായത് ആയുധമുള്ള വിഭാഗമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പാലസ്തീൻ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? റാമല്ലയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പാലസ്തീൻ അതോറിറ്റിയുടെ ആസ്ഥാനം. ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്ത രാജ്യം, ഞാൻ പറയുന്ന കുറച്ച് രാജ്യങ്ങൾ, അതിലെ ഏതാണ് ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടാത്തത്? ഇറാനാണ്. സിറിയ പങ്കിടുന്നുണ്ട്, ലെബനൻ പങ്കിടുന്നുണ്ട്, ജോർദാൻ പങ്കിടുന്നുണ്ട്. പക്ഷെ ഇറാൻ ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. ഓക്കെ, അപ്പോ ഇത് ചുരുക്കം കുറച്ച് ചോദ്യങ്ങളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും പഠിക്കേണ്ടാത്ത രീതിയിൽ ഞാൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സും എടുത്തു തരിക കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവാം. ഇന്ന് തന്നെ ആപ്പിൽ ജോയിൻ ചെയ്തോളാം. ഹർഷിതം എജ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാമേ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ബട്ടൺ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തും കൂടെ കൊടുത്തേക്കാം. അടുത്ത ചോദ്യം നോക്കാം. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് കെ അരവിന്ദാക്ഷൻ. ഏത് കൃതി? ഗോപ എന്ന നോവലിനാണ് കെ അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? EP രാജഗോപാലൻ. കൃതി ഏതാ? ഉൾക്കഥ എന്ന കൃതിക്കാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. വയലാർ അവാർഡ് നോക്കിയാലോ? വയലാർ പുരസ്കാരം 2024 ആർക്കാ ലഭിച്ചത്? അശോകൻ ചരുവിൽ. കൃതി ഏതാ? കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് 2024 ലഭിച്ചത്. 2025 ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. തപോമയിയുടെ അച്ഛൻ. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. ഇനി 2025 ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ള. അപ്പോ ഓടക്കുഴൽ പുരസ്കാരം 2024 കെ അരവിന്ദാക്ഷൻ, 2025 EP രാജഗോപാലൻ, കൃതി ഉൾക്കഥ, കെ അരവിന്ദാക്ഷന് ഗോപ എന്ന നോവലിന്. വയലാർ പുരസ്കാരം 2024 അശോകൻ ചരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്ക്, 2025 ഇ സന്തോഷ് കുമാറിന്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം 2024 NS മാധവൻ, 2025 KG ശങ്കരപ്പിള്ള. ONV സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭ ചൊരിഞ്ഞു 2025 ONV പുരസ്കാരവും ലഭിച്ചു പ്രഭാവർമ്മ. ഇനി പത്മപ്രഭാ പുരസ്കാരം ഇമ്പോർട്ടന്റ് ആണ്. പത്മപ്രഭാ പുരസ്കാരം 2024 ആർക്കാ ലഭിച്ചത്? റഫീഖ് അഹമ്മദ്. 2025 ആർക്കാ ലഭിച്ചത്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ഹരിവരാസനം പുരസ്കാരം 2025 ആർക്കാ ലഭിച്ചത്? കൈതപ്രത്തിനാണേ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2026 ആർക്കാ ലഭിച്ചത്? തിരുവിഴ ജയശങ്കർ. 2026. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് നിർത്തിയാലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ 5 കൂടുതൽ മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചില്ലേ? എല്ലാം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ LDC ഞാൻ നേടിയ വഴികളിലൂടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ എന്റെ സ്റ്റുഡന്റ് ആകാൻ, അതിൽ ഒരാളാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കയറി ജോയിൻ ചെയ്തോളാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.